ഹായ്, ഇന്ന് മലയാളം ചലഞ്ചിന്റെ ഡേ 1 ആണ്. ഇതിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നേരെ പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഈരേഴ് എന്ന പദത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഭേദകം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് സാംഖ്യം, ശുദ്ധം, പാരിമാണികം, വിഭാവകം. അപ്പോൾ എന്താണ് ഭേദകം എന്ന് പറഞ്ഞാൽ? ഭേദകം എന്ന് പറഞ്ഞാൽ ഭേദകം അഥവാ വിശേഷണം. നമ്മുടെ വാചക വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് ഭേദകം എന്ന് പറയുന്നത്. വാചകത്തിനെ നമ്മൾ 3 ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. വാചകം എന്ന് പറഞ്ഞാൽ ശബ്ദവിഭാഗത്തിന്റെ ശബ്ദവിഭാഗത്തിൽ വരുന്ന 2 എണ്ണമാണ് വാചകവും ദ്യോതകവും. വാചക വിഭാഗത്തിൽ പെടുന്ന, വാചകം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അർത്ഥം ലഭിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ വാചകം എന്ന് പറയുന്നത്. ആ വാചകത്തിന്റെ 3 വിഭാഗങ്ങളാണ് നാമം, അതുപോലെ ക്രിയ, ഭേദകം. നാമം, ക്രിയ, ഭേദകം. ഈ ഭേദകം എന്ന് പറഞ്ഞാല് ഭേദകം അഥവാ വിശേഷണം. അതായത് ഒരു നാമപദത്തെ വിശേഷിപ്പിക്കാനായിട്ട് നമ്മൾ ചേർക്കുന്ന പദങ്ങളെയാണ് എന്ത് പറയാ? ഭേദകം എന്ന് പറയുന്നത്. ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈരേഴ് എന്ന പദമാണ്. അപ്പൊ ഈ ഭേദകത്തിന്റെ കുറച്ച് ഉൾപിരിവുകളാണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സാംഖ്യം, ശുദ്ധം, പാരിമാണികം, വിഭാവകം. അപ്പൊ സാംഖ്യം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തോട് ചേർന്നിട്ട് അല്ലെങ്കിൽ ഒരു വിശേഷണ പദത്തോട് ചേർന്നിട്ട് ഒരു സംഖ്യാപദം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? സാംഖ്യം എന്ന് പറയുന്നത്. ഇനി ശുദ്ധ ഭേദകങ്ങൾ എന്ന് പറഞ്ഞാല് പ്രകൃത്യാ തന്നെ ഒരു പദത്തോട് ചേർന്ന് എന്തുണ്ടായിരിക്കും? ഒരു വിശേഷണ പദം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് ചെറുപയർ എന്നുള്ള വാക്ക്, ആ ചെറുപയർ എന്നുള്ള വാക്ക് എന്താണ്? പ്രകൃത്യാ തന്നെ അതിന്റെ നാമം ചെറുപയർ എന്നാണ്. ആ ചെറു എന്നുള്ള വേർഡ് അല്ലെങ്കിൽ പദം ഏതിനോട് കൂടി ചേർന്ന് വന്നിട്ടുണ്ട്? ആ പദത്തോട് പ്രകൃത്യാ തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് അത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ശുദ്ധ വിഭാഗത്തിൽ പെടുന്നു. ഇനിയിപ്പോ നമ്മൾ ഇരുനാഴി എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ? ഇരുനാഴി എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു അളവിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ? ഇരുനാഴി. അപ്പൊ അതാണ് ഏത് വിഭാഗത്തിൽ പെടുന്നത്? പാരിമാണികം എന്ന ഭേദക വിഭാഗത്തിൽ പെടുന്നത്. അതുപോലെ വിഭാവകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക സ്വഭാവത്തെ, ഇപ്പൊ സമർത്ഥനായ കുട്ടി, അപ്പൊ ആ കുട്ടിയുടെ ഒരു പ്രത്യേക വിശേഷണം അല്ലെങ്കിൽ ഒരു ഗുണത്തെയാണ് സാമർഥ്യം എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതാണ് ഏതിൽ വരിക? വിഭാവകത്തിൽ പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഈരേഴ് എന്ന പദം ഏത് ഭേദകത്തിലായിരിക്കും ഉൾപ്പെടുന്നത്? ഈ പറഞ്ഞതിൽ ഏതിലായിരിക്കാം? സാംഖ്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന പദമാണ്, ഭേദകമാണ് ഏതെന്ന് പറയുന്നത്? ഈരേഴ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശ സന്ധിക്ക് ഉദാഹരണം. ഓപ്ഷൻസ് കണ്ടില്ല, നെന്മണി, മയിൽപീലി, ചാവുന്നു. അപ്പോൾ നമുക്കറിയാം മലയാള ഭാഷയിൽ പ്രധാനമായിട്ടും 4 സന്ധികളാണുള്ളത് അല്ലെ? ഏതൊക്കെയാണ്? ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, അതുപോലെ ആദേശസന്ധി. അപ്പോ എന്താണ് സന്ധി എന്ന് പറഞ്ഞാല്? 2 വർണ്ണങ്ങൾ തമ്മിൽ കൂടിച്ചേരുക, അതാണ് സന്ധി. സന്ധി ചേരുക എന്ന് പറഞ്ഞാൽ എന്താ? ചേർച്ച എന്നാണ് അർത്ഥം. 2 വർണ്ണങ്ങളുടെ ചേർച്ചയാണ് നമ്മൾ സന്ധി എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ സന്ധി ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം, ഒരു വാക്കിൽ ഉണ്ടാവുന്ന വ്യത്യാസത്തെയാണ് നമ്മൾ സന്ധി ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഭാഷയിൽ നമ്മൾ പ്രധാനമായിട്ടും 4 സന്ധികളാണ് പഠിക്കുന്നത്. ലോപസന്ധി, ആഗമസന്ധി, ദ്വിത്വസന്ധി, ആദേശസന്ധി. ലോപസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം നഷ്ടപ്പെട്ടു പോകുന്ന സന്ധിയെയാണ് നമ്മൾ എന്ത് പറയാ? ലോപസന്ധി എന്ന് പറയാം. ആഗമസന്ധി എന്താണ്? ഒരു 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ, ലോപസന്ധിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണം നോക്കാം. കാറ്റുണ്ട്, കാറ്റ് പ്ലസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ പിരിച്ചെഴുതുക. അപ്പൊ ഈ പിരിച്ചെഴുതി നമ്മൾ ഈ വാക്കിനെ ഇങ്ങനെ ഒറ്റപ്പദമാക്കിയ സമയത്ത് ഇവിടെ എന്ത് ലോപിച്ചു പോയി? ഇവിടെ കാറ്റ് പ്ലസ് ഉണ്ട് എന്നതില് ഈ സംവൃതോകാരം ലോപിച്ചു പോകുന്നു. അതാണ് ഏത് സന്ധി? ലോപസന്ധി എന്ന് പറയുന്നത്. ഇനിയിപ്പോ ആഗമസന്ധി എന്ന് പറഞ്ഞാല്, ആഗമസന്ധി എന്താണ്? 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുന്ന സമയത്ത് പുതിയതായിട്ടൊരു വർണ്ണം വന്നു ചേരുന്ന സന്ധിയാണ് ആഗമസന്ധി. ഇപ്പോ നമ്മുടെ തിരുവോണം എന്ന വാക്ക്, തിരു പ്ലസ് ഓണം എന്തായിട്ട് മാറും? തിരുവോണമായിട്ട് മാറും. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്?
ഈ ഉ എന്ന വർണ്ണവും ഓ എന്ന വർണ്ണവും തമ്മിലാണ് ഇവിടെ ചേരുന്നത്. ഇപ്പൊ ഇവിടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇവിടെ ഒരു പുതിയ വർണ്ണം വന്നു ചേർന്നു. ഏതാണ്? വ് എന്നുള്ള പുതിയൊരു വർണ്ണം ആഗമിച്ചു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ആഗമസന്ധി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയൊരു വർണ്ണം വന്നു ചേരുന്നത് ആഗമസന്ധി. ഇനിയിപ്പോ നമ്മൾ ഒരു വാക്ക് പച്ച പ്ലസ് പട്ട് എന്തായിട്ട് മാറും? പച്ചപ്പട്ടായിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പ എന്നുള്ള വർണ്ണം ഇവിടെ ഇരട്ടിച്ചു, രണ്ടെണ്ണായിട്ട് മാറി. ഒരു പ ഉള്ളത് രണ്ട് പായായിട്ട് മാറി. ആ സന്ധിയാണ് ഏത് പറയുന്നത്? ദ്വിത്വ സന്ധി. ഇനി അവസാനത്തെ സന്ധിയാണ് ആദേശസന്ധി. ആദേശസന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയിട്ട് പുതിയതായിട്ട് ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. ഇപ്പോ വിൺ പ്ലസ് താർ എന്തായിട്ട് മാറും? വിണ്ടാർ എന്നായിട്ട് മാറും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ താ എന്ന വർണ്ണം പോയിട്ട് ടാ എന്ന വർണ്ണം വന്നു ചേരും. അപ്പൊ ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആദേശസന്ധി. ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ കണ്ടില്ല, നെന്മണി, മയിൽപീലി, ചാവുന്നു. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുക? കണ്ടില്ല എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കണ്ട് പ്ലസ് ഇല്ല. നെന്മണി നെല് പ്ലസ് മണിയാണ് എന്തായിട്ട് മാറുക? നെന്മണിയായിട്ട് മാറാം. മയിൽപീലി മയിൽ പ്ലസ് പീലി. ചാവുന്നു ചാ പ്ലസ് ഉന്നു. അപ്പൊ ഇത് നോക്കിയിട്ട് പറഞ്ഞേ, ഇതിലേതാണ് ആദേശസന്ധി? ഏതാണ്? കണ്ട് പ്ലസ് ഇല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കണ്ടില്ല ആയിട്ട് മാറുമ്പോൾ ഈ സംവൃതോകാരം ലോപിച്ചു പോവാണ്. അപ്പൊ ഇത് ലോപസന്ധിയാണ്. നെന്മണി നെല് പ്ലസ് മണി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ലാ എന്നുള്ള വർണ്ണം പോയിട്ട് ഇവിടെ എന്തായിട്ട് മാറി? നാ ആയിട്ട് മാറി. അപ്പോൾ ഇത് ഇവിടെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വരുന്നത്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ആൻസർ, ആദേശ സന്ധി. ഇവിടെ സംഭവിക്കുന്ന എന്താണ്? മയിൽപീലി മയിൽ പ്ലസ് പീലി മയിൽപീലി ആവുന്നു. ഈ ഒരു വർണ്ണം ഇരട്ടിക്കാണ്, അതുകൊണ്ട് അത് ദ്വിത്വസന്ധിയാണ്. ചാവുന്നു, ഇവിടെ എന്താ സംഭവിച്ചത്? ചാ പ്ലസ് ഉന്നു ചാവുന്നു. ഇവിടെ ഈ വകാരം ആഗമിച്ചു, അപ്പോൾ ആഗമസന്ധിയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചാട്ടം എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഗുണനാമം, ക്രിയാനാമം, മേയനാമം, സർവനാമം. അപ്പൊ നമ്മുടെ നാമവിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഏത്? ഈ പറഞ്ഞ ഒരു പദം എന്ന് പറയുന്നത്. നാമം നമുക്കറിയാം, വാചക വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് നാമവിഭാഗം. നാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു വ്യക്തിയുടെ ആവാം, സ്ഥലത്തിൻ്റെ ആവാം, എന്തിൻ്റെയും പേരായിട്ട് വരുന്ന പദങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ശബ്ദത്തെയാണ് നമ്മൾ നാമം എന്ന് പറയുന്നത്. നാമത്തെ നമ്മൾ ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ദ്രവ്യനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു വസ്തുവിൻ്റെയോ വ്യക്തിയുടെയോ ഒക്കെ പേരായിട്ടുള്ള നാമപദങ്ങളാണ് ദ്രവ്യനാമത്തിൽ പെടുക. ക്രിയാനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്രിയയുടെ പേര്. ഇപ്പൊ നമ്മൾ ചാടുന്നു എന്നുള്ള ഒരു ക്രിയ, ആ ക്രിയയിലെ ക്രിയാപദം എന്താണ്? ചാട്ടം എന്നുള്ളതാണ്. ദ്രവ്യനാമത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് ഒരു വ്യക്തിയുടെ, ഗാന്ധിജി എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരാണ്, അത് ദ്രവ്യനാമത്തിൽ ഉൾപ്പെടുന്നു. അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ പേരാവാം, അതും ദ്രവ്യനാമത്തിലാണ് ഉൾപ്പെടുക. ഇനി ഗുണനാമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മിടുക്കനായ കുട്ടി എന്ന് പറയുമ്പോൾ അതിലെ മിടുക്കനായ എന്ന പദത്തിന്റെ നാമപദം എന്താണ്? മിടുക്ക് എന്നുള്ളതാണ്. അത് ഏതിൽ ഉൾപ്പെടും? ഗുണനാമത്തിൽ ഉൾപ്പെടും. അപ്പൊ ക്രിയാനാമമാണ് നമ്മളോട് ചോദിച്ചത്. ചാട്ടം എന്ന പദമാണ് നമ്മളോട് ചോദിച്ചത്. ചാട്ടം എന്ന പദം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? അപ്പൊ ഗുണനാമാണോ? അല്ല. ഗുണനാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഗുണത്തെ കുറിക്കുന്നതാണ് ഗുണനാമം. അപ്പോൾ ചാട്ടം എന്നുള്ളത് എന്താണ്? ക്രിയാനാമമാണ്. ക്രിയാനാമം ഒരു ക്രിയയുടെ പേരാണ് എന്ത്? ചാട്ടം എന്നുള്ളത്. ചാടുന്നു എന്നുള്ള ക്രിയാനാമത്തിൽ നിന്ന്, ക്രിയാപദത്തിൽ നിന്നുണ്ടായിട്ടുള്ള നാമപദമാണ് ചാട്ടം. ഇനിയിപ്പോ ഇവിടെ നമ്മുടെ ഓപ്ഷനില് മേയനാമം കൊടുത്തിട്ടുണ്ട് അല്ലെ. മേയനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ദ്രവ്യനാമത്തെ തന്നെ വീണ്ടും നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്.
അതിൽ ഉൾപ്പെടുന്നതാണ് മേയനാമം. ദ്രവ്യനാമത്തെ നമ്മൾ സംജ്ഞാനാമം, സാമാന്യനാമം, മേയനാമം, അതുപോലെ സർവനാമം, ഇങ്ങനെ 4ആയിട്ട് വീണ്ടും വേർതിരിക്കുന്നുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് ഏത് പറയുന്നത്? മേയനാമം. സംജ്ഞാനാമം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒക്കെ പേരിനെ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ അത് സംജ്ഞാനാമമായിരിക്കും. സാമാന്യനാമം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വർഗത്തെ, ഇപ്പൊ നമ്മൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീ ഉൾപ്പെടാം, പുരുഷൻ ഉൾപ്പെടാം. അല്ലെങ്കിൽ നദി എന്ന് പറയുകയാണെങ്കിൽ ഏത് നദിയും ആവും. ഇപ്പൊ യമുന നദി എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ അത് ഏത് നാമമായിരിക്കും? സംജ്ഞാനാമമായിരിക്കും. മേയനാമം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടാത്ത, അതായത് ജാതി വർഗ ഭേദമില്ലാത്ത നാമപദങ്ങളെല്ലാം തന്നെ ഏതിൽ ഉൾപ്പെടും? മേയനാമത്തിൽ. ഇപ്പൊ നോക്കൂ, കാറ്റ്, മഴ, മണ്ണ്, ഇതെല്ലാം ഏതിലാണ് ഉൾപ്പെടുക? മേയനാമത്തിൽ ഉൾപ്പെടുന്നു. സർവനാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാമത്തിന് പകരമായിട്ട് നിൽക്കുന്ന, അപ്പോൾ അവൻ അല്ലെങ്കിൽ ഞാൻ, നീ, ഇതെല്ലാം ഏതിൽ ഉൾപ്പെടുന്നു? സർവനാമത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ മേയനാമം എന്ന് പറഞ്ഞാൽ പ്രത്യേക വിഭാഗത്തിൽ ജാതി വർഗ ഭേദമില്ലാത്ത നാമപദങ്ങളാണ് മേയനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമപദത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന നാമപദങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? സർവനാമം. അപ്പൊ ഇവിടെ നമ്മുടെ ചാട്ടം എന്നുള്ള പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് വെച്ചാൽ ക്രിയാനാമത്തിൽ ഉൾപ്പെടുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. നമ്മുടെ ഒരു ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പദശുദ്ധി. ആ പദശുദ്ധിയിൽ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശരിയായ രൂപം തിരഞ്ഞെടുക്കുക. സാമ്രാട്ട്, സമ്രാട്ട്, സാമ്രിട്ട്, സാമ്രാട്ട്, ഏതാണ് ശരിയായ പദം? ഇതില് സമ്രാട്ട് എന്നുള്ള പദമാണ് എന്ത് ശരിയായ രൂപം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബഹുവചന രൂപം അല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് നോക്കൂ. അധ്യാപകർ, ഗുരുക്കൾ, പൂക്കൾ, മിടുക്കർ. ഇത് കണ്ടാൽ എല്ലാം നമുക്കറിയാം ബഹുവചന രൂപം ആണല്ലേ. അധ്യാപകർ എന്നുള്ളത് ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതലുള്ള നമ്മുടെ വചനം എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ബഹുവചനം. ഏകവചനവും ബഹുവചനവും അല്ലെ. ഒന്നിനെ കുറിക്കുന്നത് ഏകവചനവും ഒന്നിൽ കൂടുതൽ ഉള്ളത് ഏതാണ്? ബഹുവചന രൂപമാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, അധ്യാപകർ എന്നുള്ളത് ബഹുവചനാണ് അല്ലെ. ഗുരുക്കൾ ബഹുവചനാണോ ഏകവചനാണോ? പൂക്കൾ, മിടുക്കർ, ഇതിലേതാണ് ബഹുവചന രൂപം അല്ലാത്തത് എന്നുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഗുരുക്കൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗുരുക്കൾ എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ പ്രത്യയം എന്നുള്ളത് എന്ത് തന്നെയാണ്? ബഹുവചന പ്രത്യയമാണ്. നമുക്കറിയാം ബഹുവചനത്തെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട് അല്ലെ. ബഹുവചനത്തെ സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, അതുപോലെ തന്നെ പൂജക ബഹുവചനം, ഇങ്ങനെ 3ആയിട്ട് തരംതിരിക്കാം ബഹുവചനത്തെ. സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾ, വിദ്യാർത്ഥികൾ, ഇങ്ങനെ പറയുന്നത്. അതായത് ഇപ്പോൾ വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൽ പെൺകുട്ടികൾ മാത്രമാണ് ഉൾപ്പെടുക അല്ലെ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾ മാത്രമാണ്. സ്ത്രീകൾ എന്നുള്ളത് ഒരു ബഹുവചന രൂപമാണ്, അത് സ്ത്രീകൾ മാത്രം ഉൾപ്പെടുന്നു. പുരുഷന്മാരാകുമ്പോൾ അതായത് പ്രത്യേകം വിഭാഗമാക്കിയിട്ട് ലിംഗം വേർതിരിച്ചു പറയുന്ന ബഹുവചന രൂപങ്ങളാണ് ഏതിൽ ഉൾപ്പെടുന്നത്? സലിംഗത്തിൽ ഉൾപ്പെടുന്നത്. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തൊഴിലാളികൾ എന്നൊരു പദം, തൊഴിലാളികൾ എന്ന പദത്തിൽ സ്ത്രീകളും ഉൾപ്പെടാം പുരുഷന്മാരും ഉൾപ്പെടാം അല്ലെ. അപ്പൊ അത് ഏത് ബഹുവചന രൂപത്തിൽ ഉൾപ്പെടുന്നു? അലിംഗ ബഹുവചനത്തിൽ ഉൾപ്പെടുന്നു. ജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളും ഉൾപ്പെടാം പുരുഷന്മാരും ഉൾപ്പെടാം, അത് ഏത് വചനമാണ്? അലിംഗ ബഹുവചനം. ഇനി പൂജക ബഹുവചനം എന്ന് പറഞ്ഞാല് നമ്മുടെ ഏകവചന രൂപമായിരിക്കും, പക്ഷെ അതിനെ ബഹുമാനാർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു? ബഹുവചനത്തിന്റെ പ്രത്യയം ചേർത്ത് ഉപയോഗിക്കുന്നു. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് പത്രാധിപർ, അല്ലെങ്കിൽ അവർകൾ, ജ്യോത്സ്യർ, പിന്നെ ദ്രോണാചാര്യർ. ഇപ്പൊ ഈ ദ്രോണാചാര്യർ എന്ന് പറഞ്ഞ ഒരാളാണ് നമുക്കറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബഹുമാനാർത്ഥം അർ എന്നുള്ള ബഹുവചന പ്രത്യയം ചേർത്ത് ഉപയോഗിക്കുന്നു. പക്ഷെ ആ രൂപത്തിൽ മാത്രമാണ് അത് ബഹുവചനം, പക്ഷെ അത് നിലവിൽ എന്താണ്? ഏകവചനം ആയിരിക്കും. അങ്ങനെയുള്ള പദങ്ങളാണ് പൂജക ബഹുവചനത്തിൽ വരുന്നത്.
ഈ ഗുരുക്കൾ എന്നുള്ള പദം എന്താണ്? പൂജക ബഹുവചനമാണ്. പക്ഷെ അത് ബഹുവചന അല്ല, യഥാർത്ഥത്തിൽ അത് ഏകവചനമാണ്. പക്ഷെ രൂപത്തിൽ അല്ലെങ്കിൽ അതിന്റെ പ്രത്യയം മാത്രമാണ് ബഹുവചനം വരുന്നത്. ഇതിൽ ബഹുവചന രൂപം അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗുരുക്കളാണ്. ഗുരുക്കൾ എന്നുള്ളത് ഏകവചനമാണ്. അടുത്തത്, തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ് തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുന്നത്? എന്താണ്? തണ്ട പ്ലസ് എർ ആണോ? തണ്ട പ്ലസ് ആർ ആണോ? തൺ പ്ലസ് ആർ ആണോ? തൺ പ്ലസ് താർ ആണോ? എങ്ങനെയാണ് തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുന്നത്? തൺ പ്ലസ് താർ ആണ് തണ്ടാർ. നമ്മൾ നേരത്തെ ആദേശ സന്ധി പറഞ്ഞതിലെ സന്ധിയാണ് ഇത്, ആദേശ സന്ധിയാണ്. തൺ പ്ലസ് താർ എന്തായിട്ട് മാറുന്നു? തണ്ടാർ ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ താ എന്നുള്ള വർണ്ണം പോയിട്ട് ടായായിട്ട് മാറുന്നു. ഇവിടെ ഏത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്. തൺ പ്ലസ് താർ തണ്ടാർ. അടുത്തത്, ചക്കപ്പഴം എന്ന വാക്ക് പിരിച്ചെഴുതി സന്ധി ചെയ്യുമ്പോൾ പുതുതായി വരുന്ന വർണ്ണം ഏതാണ്? അകാരം, കകാരം, പകാരം, ഇതൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ചക്കപ്പഴം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചക്ക പ്ലസ് പഴം. ചക്ക പ്ലസ് പഴം പിരിച്ചെഴുതി നമ്മൾ ചേർത്തെഴുതുമ്പോൾ ചക്കപ്പഴമായിട്ട് മാറുന്നു. ഇവിടെ ഏതാണ് പുതിയതായിട്ട് വരുന്നത്? ഈ പ എന്നുള്ള വർണ്ണം എന്ത് ചെയ്യുന്നു? ഇരട്ടിക്കുന്നു. അപ്പൊ ഏതാണ് ആൻസർ? പകാരം എന്നുള്ളതാണ് ആൻസർ. അടുത്തത്, ഓരോ കാഴ്ചകൾ കാണുന്നതിനിടെ അവർ പരസ്പരം നോക്കി ചിരിച്ചു. ഈ വാക്യത്തിലെ തെറ്റായ പ്രയോഗം ഏത്? ഓപ്ഷൻ എ നോക്കി ചിരിച്ചു, ബി ഓരോ കാഴ്ചകൾ, സി അവർ പരസ്പരം, ഡി കാണുന്നതിനിടെ. എന്താണ് ഇവിടെ തെറ്റായ പ്രയോഗം? ഇത് നമ്മുടെ വാക്യശുദ്ധി എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോ ഇതിൽ നോക്കി ചിരിച്ചു എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല. അവർ പരസ്പരം, അവിടെയും തെറ്റില്ല. കാണുന്നതിനിടെ എന്നുള്ളതിലും തെറ്റില്ല. എവിടെയാണ് തെറ്റ് വരുന്നത്? ഓരോ കാഴ്ചകൾ. എന്താണ് തെറ്റ്? നമുക്കറിയാം വാക്യശുദ്ധിയിൽ ഒരു വാക്യത്തില് ഒരു സംഖ്യാപദം വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പാടില്ല? ബഹുവചന രൂപം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ശരിയായ രൂപം എന്ന് പറയുന്നത് ഓരോ കാഴ്ചയും എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ 2 പേനകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല, 2 പേന എന്ന് പറഞ്ഞാൽ മതി. അതാണ് പറയുന്നത്. ഓരോ കാഴ്ചയും എന്ന് ഇവിടെ പ്രയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ തെറ്റായ പ്രയോഗം ഓരോ കാഴ്ചകൾ. അടുത്ത ക്വസ്റ്റ്യൻ, അളവ് എന്ന അർത്ഥം വരുന്ന പദമേത്? ഇവിടെ അർത്ഥം ഉണ്ട്. അളവ് എന്ന അർത്ഥം വരുന്ന പദമേത്? പരിണാമം, പരിമാണം, പരിണിതം, പരിമളം. ഏതാണ് അളവ് എന്നർത്ഥം വരുന്നത്? പരിമാണം. പരിമാണമാണ് എന്ത്? അളവ് എന്നർത്ഥം വരുന്നത്. പരിണാമം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മാറ്റം എന്നാണ്. പരിണിതം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിണിത ഫലം എന്ന് പറയില്ല, അനന്തര ഫലം എന്ന അർത്ഥത്തില്. പരിമളം എന്താണ്? മണം എന്നുള്ള അർത്ഥം. അപ്പോൾ പരിമാണമാണ് അളവ് എന്നർത്ഥം വരുന്ന പദം. അടുത്തത്, ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. നമുക്ക് ശൈലികൾ പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വിഷമിപ്പിക്കുക, ചതിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക, ഉന്മൂല നാശം വരുത്തുക. എന്താണ് ശതകം ചൊല്ലിക്കുക? ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ വിഷമിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് ശതകം ചൊല്ലിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് ശരിയായ വിവർത്തനം. എന്താണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്? സാക്ഷി പരിശോധന, സാക്ഷി പരീക്ഷ, സാക്ഷി വിസ്താരം, പരീക്ഷ സാക്ഷി. എന്താണ് എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ്? സാക്ഷി വിസ്താരമാണ് എന്ത്? എക്സാമിനേഷൻ ഓഫ് വിറ്റ്നസ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നീലക്കുറിഞ്ഞി സമാസം ഏത്? ഓപ്ഷൻ എ കർമ്മധാരയൻ, ബി ദ്വന്ദ്വ സമാസം, ബഹുവ്രീഹി സമാസം, ദ്വിഗു സമാസം. അപ്പൊ എന്താണ് സമാസം എന്ന് പറഞ്ഞാല്? വിഭക്തിക്കുറി കൂടാതെ പദപ്രയോഗം സമാസമം. അതായത് വിഭക്തിയുടെ സഹായമില്ലാതെ പദങ്ങളെ ഒറ്റ പദമാക്കി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സമാസം എന്ന് പറയാം.
അപ്പൊ തലയിലെ വേദന എന്നുള്ളതിനെ നമ്മൾ ഒറ്റ പദമാക്കിയിട്ട് തലവേദന എന്ന് പറയുന്നു. തലവേദനയെ നമ്മൾ ഘടകപദങ്ങളാക്കുമ്പോഴാണ് തലയിലെ വേദനയായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഘടകപദങ്ങളാക്കുന്നതിന് നമ്മൾ വിഗ്രഹിച്ചു പറയാ എന്നാണ് പറയാം. അപ്പൊ ഇങ്ങനെ ഘടകപദങ്ങളാക്കുമ്പോൾ ഇപ്പൊ തലവേദനയെ തലയിലെ വേദന എന്ന് പറഞ്ഞു. ഇങ്ങനെ വിഗ്രഹിക്കുമ്പോൾ രണ്ട് ഭാഗം വരുന്നുണ്ട് അല്ലെ. ഇതിനെ രണ്ട് ഭാഗത്തെ ഇതിനെ പറയുന്നത് പൂർവപദം എന്നും രണ്ടാമത്തെ ഭാഗത്തെ ഉത്തരപദം എന്നുമാണ് പറയാം. ഉത്തരപദവും പൂർവപദവും. അപ്പൊ ഇങ്ങനെ പൂർവപദത്തിന്റെയും ഉത്തരപദത്തിന്റെയും പ്രാധാന്യം അനുസരിച്ച് സമാസത്തെ നമുക്ക് പ്രധാനമായിട്ടും 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവ്യയീഭാവ സമാസം, തൽപുരുഷ സമാസം, ബഹുവ്രീഹി സമാസം, അതുപോലെ ദ്വന്ദ്വ സമാസം. അവ്യയീഭാവ സമാസം എന്ന് പറഞ്ഞാല് ഈ വിഗ്രഹിച്ചു പറയുന്ന സമയത്ത് പൂർവപദത്തിന് പ്രാധാന്യം നൽകുന്ന പദങ്ങളാണ് ഏതിൽ പെടുന്നത്? അവ്യയീഭാവ സമാസത്തിൽ പെടുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു യഥേഷ്ടം എന്നുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ, യഥേഷ്ടം എന്ന പദം, യഥേഷ്ടത്തെ നമുക്ക് ഇഷ്ടം പോലെ എന്ന് വിഗ്രഹിച്ച് പറയാം. ഇഷ്ടം പോലെ. അപ്പൊ ഈ ഇഷ്ടം എന്നുള്ള പൂർവപദത്തിനാണ് ഇവിടെ പ്രാധാന്യം. അങ്ങനെയുള്ള പദങ്ങളെ നമ്മൾ പറയുന്ന സമാസത്തെ പറയുന്ന പേരാണ് അവ്യയീഭാവ സമാസം. അവ്യയീഭാവ സമാസം എന്ന് പറയും. ഇപ്പോ സാനന്ദം എന്നുള്ള പദം എന്താണ്? ആനന്ദത്തോടു കൂടി. അപ്പൊ ആ ആനന്ദത്തിനാണ് എന്ത് അവിടെ പ്രാധാന്യം വരുന്നത്? അത് അവ്യയീഭാവ സമാസമാണ്. പ്രതിദിനം, ദിനം തോറും, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഏതിൽ ഉൾപ്പെടുന്നു? അവ്യയീഭാവ സമാസത്തിൽ ഉൾപ്പെടുന്നു. ഇനി തൽപുരുഷ സമാസം എന്ന് പറഞ്ഞാൽ വിഗ്രഹിക്കുന്ന സമയത്ത് ഉത്തരപദത്തിന് പ്രാധാന്യം ലഭിക്കുന്ന സമാസത്തെയാണ് നമ്മൾ എന്ത് പറയുക? തൽപുരുഷ സമാസം എന്ന് പറയുന്നത്. ഈ തൽപുരുഷ സമാസത്തിന് വീണ്ടും കുറെ വകഭേദങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടുന്നതാണ് കർമ്മധാരയ സമാസം. ഇപ്പൊ നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള പദത്തെ നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയെ നമുക്ക് എങ്ങനെ വിഗ്രഹിച്ച് പറയാം? നീലയായ കുറിഞ്ഞി. നീലയായ കുറിഞ്ഞി. അപ്പൊ ഇവിടെ ഏതിനാണ് പ്രാധാന്യം വരുന്നത്? കുറിഞ്ഞിക്കാണ് പ്രാധാന്യം. അതായത് ഉത്തരപദത്തിന് പ്രാധാന്യം ലഭിക്കുന്ന സമാസത്തെ എന്ത് പറയുന്നു? തൽപുരുഷ സമാസം എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ബഹുവ്രീഹി സമാസമാണ്. അതായത് നീലകണ്ഠൻ എന്നൊരു പദം. നീലകണ്ഠൻ. നീലകണ്ഠൻ എന്നുള്ള പദത്തെ നമുക്ക് എങ്ങനെ വിഗ്രഹിച്ച് പറയാം? നീലയായ കണ്ഠത്തോട് കൂടിയവൻ. അവിടെ ആരോ അവൻ എന്നുള്ള ഒരു അർത്ഥം വരുന്നുണ്ട്. അതായത് ഇവിടെ പൂർവപദത്തിനോ ഉത്തരപദത്തിനോ അല്ല പ്രാധാന്യം വരിക, ഒരു അന്യപദ പ്രാധാന്യമുള്ള സമാസാണ് എന്ത്? ഈ ബഹുവ്രീഹി സമാസം എന്ന് പറയുന്നത്. ബഹുവ്രീഹി സമാസം. അതായത് നീലയായ കണ്ഠത്തോട് കൂടിയവൻ ആരോ അവൻ. അതായത് ശിവനെയാണ് നമ്മൾ നീലകണ്ഠൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്യപദ പ്രാധാന്യമുള്ള സമാസമാണ് ബഹുവ്രീഹി സമാസം. പിന്നെ ഉള്ളത് ദ്വന്ദ്വ സമാസമാണ്. ദ്വന്ദ്വ സമാസം എന്ന് പറഞ്ഞാല് ഇപ്പോ മാതാപിതാക്കൾ. മാതാപിതാക്കൾ എന്ന പദത്തെ നമ്മൾ എങ്ങനെ വിഗ്രഹിച്ച് പറയും? മാതാവും പിതാവും. ഇപ്പൊ ഇവിടെ മാതാവിനും പിതാവിനും ഒരേ പ്രാധാന്യം, അതായത് പൂർവപദത്തിനും ഉത്തരപദത്തിനും ഒരേ പ്രാധാന്യം വരുന്ന സമാസമാണ് ദ്വന്ദ്വ സമാസം. ദ്വന്ദ്വ സമാസം. ഇങ്ങനെ പ്രധാനമായിട്ടും സമാസത്തെ നമ്മൾ 4 ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അവ്യയീഭാവ സമാസം, തൽപുരുഷ സമാസം, ബഹുവ്രീഹി സമാസം, ദ്വന്ദ്വ സമാസം. ഇതിലെ തൽപുരുഷ സമാസത്തിന്റെ വകഭേദങ്ങളാണ് കർമ്മധാരയ സമാസം, അതുപോലെ ദ്വിഗു സമാസം. പിന്നെ നമ്മൾ വിഭക്തി പ്രത്യയങ്ങൾ ചേർത്തിട്ട് വീണ്ടും അതിനെ വേർതിരിച്ചിട്ടുണ്ട്. രൂപക തൽപുരുഷ സമാസം. ഇതൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? നമ്മുടെ തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പദം ഏതാണ്? നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി നമ്മൾ പറഞ്ഞു നേരത്തെ നീലയായ കുറിഞ്ഞി എന്ന് വിഗ്രഹിച്ച് പറയാം. ഇങ്ങനെ വിഗ്രഹിച്ച് പറയുന്ന സമയത്ത് ഇടയിൽ ആയ എന്ന് വന്നു കഴിഞ്ഞാൽ ആ സമാസമാണ് കർമ്മധാരയ തൽപുരുഷ സമാസം. അപ്പൊ വളരെ സിമ്പിളാണ്. നമ്മൾ വിഗ്രഹിച്ച് പറയുന്ന സമയത്ത് ഇടയിൽ ആയ വന്നു കഴിഞ്ഞാൽ ഏത് സമാസമായി? കർമ്മധാരയ സമാസം. അപ്പൊ എത്രയും ഓർത്ത് വയ്ക്കുക, ഇത് തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടുന്നതാണ് കർമ്മധാരയ സമാസം. ഇടയിൽ ആയ വന്നു കഴിഞ്ഞാൽ
എന്തായിരിക്കും? അത് കർമ്മധാരയ സമാസമായിരിക്കും. പിന്നെ ദ്വന്ദ്വ സമാസം നമ്മൾ നേരത്തെ പറഞ്ഞു, ഉത്തരപദത്തിനും പൂർവ്വപദത്തിനും ഒരേ പ്രാധാന്യം വരുന്നതാണ് ദ്വന്ദ്വ സമാസം. കൈകാലുകൾ, കൈയും കാലും. രാപ്പകൽ, രാവും പകലും. പിന്നെ ബഹുവ്രീഹി എന്താണ്? അന്യപദ പ്രാധാന്യമുള്ള സമാസം. ഇനി ഇവിടെ ദ്വിഗു സമാസം വരുന്നുണ്ട്. ദ്വിഗു സമാസം എന്ന് പറഞ്ഞാല് സംഖ്യാപദം ചേർന്ന് വരുന്ന സമാസത്തെയാണ് എന്ത് പറയാ നമ്മള്? ദ്വിഗു സമാസം. ഇപ്പൊ നമ്മള് എട്ടുകാലി, മുക്കണ്ണൻ, 3 കണ്ണുള്ളവനാണ് മുക്കണ്ണൻ എന്ന് പറഞ്ഞത്. അങ്ങനെ സംഖ്യാപദം വരുന്ന സമാസത്തെ നമ്മൾ എന്ത് പറയും? ദ്വിഗു സമാസം എന്ന് പറയും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന വാക്കുകളിൽ ആദേശസന്ധിക്ക് ഉദാഹരണം. നമ്മൾ ആദേശസന്ധി കുറെ എണ്ണം വന്നു അല്ലെ? ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചത്. താഴെ പറയുന്ന വാക്കുകളിൽ ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതേത്? വെണ്ണീര്, കണ്ണീര്, വിണ്ണാറ്. അപ്പൊ വെണ്ണീരിനെ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? വെൺ പ്ലസ് നീര്. കണ്ണീരിന് കൺ പ്ലസ് നീര്. വിണ്ണാറിന് വിൺ പ്ലസ് ആറ്. എന്താണ് ചോദിച്ചാൽ? ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തതാണ് അല്ലെ? വെൺ പ്ലസ് നീര് എങ്ങനെയാണ് ചേർത്ത് എഴുതുമ്പോൾ വെണ്ണീറാവുന്നു. ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? ഈ നാ എന്നുള്ള വർണ്ണം പോയിട്ട് പകരം നാ എന്നുള്ള വർണ്ണം വന്നു ചേർന്നു. അപ്പൊ അത് ആദേശസന്ധിയാണ് അല്ലെ? കൺ പ്ലസ് നീര് എന്തായി? അതുപോലെ തന്നെ നാ എന്നുള്ള വർണ്ണം മാറിയിട്ട് നാ വന്നു ചേർന്നു. അതും ആദേശസന്ധിയാണ്. വിൺ പ്ലസ് ആറിൽ എന്താണ് സംഭവിക്കുന്നത്? വിൺ പ്ലസ് ആറ് വിണ്ണാറായിട്ട് മാറുന്നു. അവിടെ നാ എന്നുള്ള വർണ്ണം ഇരട്ടിക്കാണ് ചെയ്യുന്നത്. പുതിയതായിട്ട് വന്നു ചേരുകയല്ല, ഇവിടെ വിണ്ണാറായിട്ട് മാറുന്നു. നാ ഇരട്ടിക്കുന്നു. അപ്പൊ അതെന്താണ്? അത് ദ്വിത്വ സന്ധിയാണ്. അപ്പൊ ഇവിടെ ഇത് ദ്വിത്വ സന്ധിയാണ്. അതുകൊണ്ട് ആദേശസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് വിണ്ണാറ്. അടുത്തത് തെറ്റായ പ്രയോഗം ഏത്? നമ്മുടെ വാക്യശുദ്ധിയിൽ നിന്നാണ്. ഓരോ തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കും. ഓരോ തിങ്കളാഴ്ചയും വ്രതം നോൽക്കുന്നു. തിങ്കളാഴ്ച തോറുമാണ് വ്രതം നോൽക്കുന്നത്. തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കുന്നു. എന്താണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രയോഗം ഏതാണ്? ഓരോ തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കും. ഓരോ തിങ്കളാഴ്ചയും വ്രതം നോൽക്കുന്നു. തിങ്കളാഴ്ച തോറുമാണ് വ്രതം നോൽക്കുന്നത്. തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കും. എന്താണ് വാക്യശുദ്ധിയിൽ നമുക്കറിയാം, ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ ആ വാക്യം തെറ്റായിട്ട് മാറും അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കൂ, ഓരോ തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാ വാക്കുകളും ശരിയാണ്. ഒന്നുകിൽ ഓരോ തിങ്കളാഴ്ചയും വ്രതം നോൽക്കുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച തോറുമാണ് വ്രതം നോൽക്കുന്നത്, തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കുന്നു. ഇതെല്ലാം ശരിയാണ്. ഓരോ തിങ്കളാഴ്ച തോറും എന്ന് ഉപയോഗിക്കേണ്ട. ഓരോ എന്നുള്ളതും തോറും എന്നുള്ളതും ഒരുമിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത് വാക്കാണ് തെറ്റുള്ളത്? ഏത് വാക്യമാണ് തെറ്റുള്ളത്? ഓരോ തിങ്കളാഴ്ച തോറും വ്രതം നോൽക്കും. അടുത്ത ക്വസ്റ്റ്യൻ. വെൺ പ്ലസ് ചാമരം വെഞ്ചാമരമായിട്ട് മാറുന്നു. സന്ധി ഏതാണ്? ഏതാണ്? വെൺ പ്ലസ് ചാമരം വെഞ്ചാമരമായപ്പോൾ ഇവിടെ എന്താണ് വ്യത്യാസം വന്നത്? ഇവിടെ ഈ ജ എന്ന് പറയുന്ന അക്ഷരം ഏതൊക്കെ ചേരുന്നതാണ്? ഞ പ്ലസ് ചായാണ് ജ. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഈ നാ പോയിട്ട് ഞാ വന്നു ചേർന്നു അല്ലെ? അപ്പൊ ഏത് സന്ധിയാണ്? നമുക്കറിയാം, ആദേശ സന്ധിയാണ്. ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുന്നത് ആദേശ സന്ധി. അപ്പൊ വെഞ്ചാമരം ആദേശ സന്ധിയാണ്. ഇനി മുൻവിനേച്ചത്തിന് ഉദാഹരണം ഏത്? പോയി കണ്ടു, പോകെ കണ്ടു, പോകവേ കണ്ടു, പോയാൽ കാണാം. എന്താണ് വിനേച്ചം എന്ന് പറഞ്ഞാല്? നമുക്കറിയാം, ക്രിയ. വിനേച്ചം എന്ന് പറഞ്ഞാല് അപൂർണ ക്രിയയാണ്. അതായത് നമ്മൾക്കറിയാം, ക്രിയാവിഭാഗത്തിൽ ക്രിയയെ നമ്മൾ മുറ്റുവിന എന്നും പറ്റുവിന എന്നും രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. മുറ്റുവിനയും പറ്റുവിനയും. മുറ്റുവിന എന്ന് പറഞ്ഞാൽ പൂർണ്ണക്രിയയാണ് മുറ്റുവിന. പറ്റുവിന എന്ന് പറഞ്ഞാൽ അപൂർണ ക്രിയ. ഒരു നാമത്തോടോ ക്രിയയോടോ ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയകളാണ് പറ്റുവിന. ഈ പറ്റുവിനയെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. പറ്റുവിനയെ നമ്മൾ
വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കും. ഏതാണ്? പേരച്ചം, വിനയച്ചം. പേരച്ചം എന്ന് പറഞ്ഞാൽ ഒരു പേരിനോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് പേരച്ചം. അതായത് ഇപ്പൊ കരയുന്ന കുട്ടി, കരയുന്ന കുട്ടി എന്നുള്ളതില് കുട്ടി എന്നുള്ളത് നാമപദമാണ്, കരയുന്ന എന്നുള്ളത് ഒരു അപൂർണ ക്രിയയാണ്. അപ്പൊ ആ കുട്ടി എന്നുള്ള പദത്തോട്, നാമപദത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് ആ പദം എന്തായിരിക്കും? പറ്റുവിനയിലെ പേരച്ചം, നാമപദത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയ, കരയുന്ന കുട്ടി. ഇനി വിനയച്ചം എന്ന് പറഞ്ഞാല് എന്താണ്? പറഞ്ഞു കേട്ടു. അപ്പൊ ഒരു പദം നോക്കൂ, ഒരു വാക്യം, പറഞ്ഞു കേട്ടു. പറഞ്ഞു കേട്ടു എന്നതിൽ രണ്ടും ക്രിയകളാണ് അല്ലെ, ഒന്ന് അപൂർണ ക്രിയയും ഒന്ന് പൂർണ്ണ ക്രിയയും. അപ്പൊ ഒരു ക്രിയാപദത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് നമ്മൾ വിനയച്ചം എന്ന് പറയുന്നത്. നമുക്ക് വിനയച്ചത്തെ തന്നെ നമ്മൾ 5ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മുൻവിനയച്ചം, പിൻവിനയച്ചം, തൻവിനയച്ചം, അതുപോലെ നടുവിനയച്ചം, പാക്ഷിക വിനയച്ചം. ഇതിൽ നമ്മളോട് ചോദിച്ച മുൻവിനയച്ചമാണ് നമ്മളോട് ചോദിച്ചത്. മുൻവിനയച്ചം എന്ന് പറഞ്ഞാൽ ഒരു അപൂർണ ക്രിയ, പൂർണ്ണക്രിയയ്ക്ക് മുൻപ് അപൂർണ ക്രിയ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മുൻവിനയച്ചം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കൂ, പോയി കണ്ടു, പോകെ കണ്ടു, പോകവേ കണ്ടു, പോയാൽ കാണാം. ഈ പോയി കണ്ടു എന്നാൽ എന്താണ്? ഇവിടെ എല്ലാത്തിലും 2 ക്രിയകൾ വരുന്നുണ്ട്. പോയി കണ്ടു എന്നാകുമ്പോൾ എന്താണ്? പോയി എന്നുള്ള അപൂർണക്രിയ നടന്നതിന് ശേഷമാണ് കാണുക എന്നുള്ള പൂർണ്ണക്രിയ നടക്കുന്നത്. അപ്പോൾ ഇവിടെ മുൻവിനയച്ചമായിട്ട് വരുന്നത് പോയി കണ്ടു എന്നാണ്. പോകെ കണ്ടു, ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുന്നു. പോകവേ കണ്ടു എന്നുള്ളതും 2 ക്രിയകളും ഒരുമിച്ചാണ്. പോയാൽ കാണാം എന്നുള്ളത് എന്താണ്? പാക്ഷിക വിനയച്ചാണ്. അതായത് ഒരു ക്രിയ നടന്നാൽ മറ്റൊരു ക്രിയ കൂടി നടക്കും എന്നുള്ളതാണ് പോയാൽ കാണാം. അപ്പൊ ഇതിൽ മുൻവിനയച്ചത്തിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പോയി കണ്ടു. കണ്ണീർ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? കൺ പ്ലസ് നീർ, കണ്ണ് പ്ലസ് നീർ, കൺ പ്ലസ് നീർ, കൺ പ്ലസ് നീര്. എങ്ങനെയാണ്? കൺ പ്ലസ് നീരാണ് എന്ത്? കണ്ണീറായിട്ട് മാറുന്നത്. കൺ പ്ലസ് നീരല്ല. കൺ പ്ലസ് നീര് എന്തായിരിക്കും? കണ്ണീര് എന്നാണ് വരിക. ഇവിടെ കൺ പ്ലസ് നീർ. അടുത്തത് കാരവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കാരവം എന്ന് പറഞ്ഞാല് എരിവ്, കാക്ക, ശബ്ദം, കണ്ണീർ. എന്താണ് ആൻസർ? കാരവം കാക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ അർത്ഥം. വിഷമിപ്പിക്കുക, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥ, തെറ്റിദ്ധരിപ്പിക്കുക, ഉന്മൂലനാശം വരുത്തുക. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ലിവിങ് ഡെത്ത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തദ്ധിതത്തിന് ഉദാഹരണമായി വരുന്ന പദം എന്താണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? എണ്ണം, കള്ളം, മണ്ടത്തരം, പിടുത്തം. എന്താണ് തദ്ധിതം എന്ന് പറഞ്ഞാല്? ഒരു നാമപദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ തദ്ധിതം എന്ന് പറയുന്നത്. ഇപ്പോ അതായത് അതിൻ്റെ പ്രത്യയങ്ങള് തരം, തനം ഇങ്ങനെയൊക്കെ വരുന്ന പ്രത്യയങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് തദ്ധിതമാണ്. നമുക്ക് വേഗം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്? എണ്ണം, കള്ളം, മണ്ടത്തരം, പിടുത്തം. ഏതാണ്? മണ്ടത്തരമാണ് ആൻസർ. അതായത് മണ്ടൻ എന്നുള്ള നാമപദത്തിൽ നിന്നുണ്ടാവുന്ന പദമാണ് മണ്ടത്തരം. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? മണ്ടത്തരം എന്നുള്ളതാണ് ഇവിടെ തദ്ധിതത്തിന് ഉദാഹരണമായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വികലമല്ലാത്ത പ്രയോഗം ഏതെന്ന് തിരിച്ചറിയുക. നമ്മുടെ പദശുദ്ധിയിൽ വരുന്നതാണ്. വികലമല്ലാത്തെന്ന് പറഞ്ഞാൽ എന്താ? തെറ്റല്ലാത്ത പ്രയോഗം ഏതാണെന്ന്. സമകാലൻ, സമകാലികൻ, സമകാലീനൻ, സമാനകാലീനൻ. എങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുക? സമകാലൻ എന്നാണോ, അതോ സമകാലികനായ കവി എന്നാണോ, സമകാലീനനായ കവി എന്നാണോ, അതോ സമാനകാലീനൻ എന്നാണോ ഉപയോഗിക്കുക? ഏതാണ് ശരി? സമകാലികനാണ് ശരിയായ പ്രയോഗം. ഇനി ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപം ഏതാണ്? അവസാനിപ്പിക്കുക, തുടങ്ങുക, കൂലി കൊടുക്കുക,
പണത്തിന് പാടുക. എന്താ ധനാശി പാടുക എന്ന് പറഞ്ഞാല് അവസാനിപ്പിക്കുക. ഒരു കാര്യം അവസാനിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ശൈലിയാണ് ധനാശി പാടുക എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കോടിമുണ്ട്. ഇതിൽ അടിവരയിട്ട ഭാഗത്തിന്റെ അർത്ഥം കണ്ടെത്തി എഴുതുക. ഏതാണ് അടിവരയിട്ട ഭാഗം? കോടി എന്നുള്ളതിനാണ് അടിവരയിട്ടിട്ടുള്ളത് അല്ലെ. നിറമുള്ള, വില പിടിച്ച, പഴയ, പുതിയ. അപ്പൊ നമുക്ക് കോടി എന്നുള്ള വാക്ക് നമ്മൾ വെറുതെ എഴുതുകയാണെങ്കിൽ നമുക്കറിയാം അതിനൊരു വിലയുണ്ട് അല്ലെ. കോടി, 1 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ അവിടെ വിലപിടിപ്പുള്ള എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ മറ്റൊരു അർത്ഥം എന്താണ്? കോടിമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? പുതിയ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഇനി ശശി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ശശി എന്ന വാക്കിന്റെ അർത്ഥം ചന്ദ്രനാണോ, സിംഹമാണോ, സൂര്യനാണോ, ആകാശമാണോ? ഏതിന്റെ പര്യായ പദമാണ്? ചന്ദ്രൻ എന്ന വാക്കിന്റെ പര്യായ പദമാണ് ഏത്? ശശി എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, കോവിലൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? വി അയ്യപ്പൻ, കെ അപ്പുക്കുട്ടൻ നായർ, എ അയ്യപ്പൻ, അയ്യപ്പ പണിക്കർ. ആരുടെ തൂലികാനാമമാണ് കോവിലൻ? വി അയ്യപ്പൻ. തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? തീ കൊണ്ടുള്ള വണ്ടി, തീയാൽ ഓടുന്ന വണ്ടി, തീയുള്ള വണ്ടി, തീയും കൊണ്ട് ഓടുന്ന വണ്ടി. നമ്മൾ നേരത്തെ സമാസം പറഞ്ഞു അല്ലെ. തീവണ്ടി എന്നുള്ളത് ഒരു സമസ്ത പദമാണ്. അതിനെ വിഗ്രഹിച്ച് പറഞ്ഞതാണ് ഇത്. അപ്പോ ഇതിലെങ്ങനെയാണ് തീവണ്ടിയെ വിഗ്രഹിക്കുന്നത്? തീയാൽ ഓടുന്ന വണ്ടി. ഈ സമാസത്തെ നമ്മൾ പറയുന്ന പേര് മധ്യമ പദലോപി സമാസമാണ്. സമാസത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ മധ്യമ പദലോപി സമാസം. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തലയിൽ 2 പദങ്ങളാണ് പറഞ്ഞത്, പൂർവ്വപദവും ഉത്തരപദവും. ചില സമസ്ത പദങ്ങളെ വിഗ്രഹിക്കുമ്പോൾ അതിൽ മധ്യമ പദം കൂടി വരും. ഇപ്പോൾ തീയാൽ ഓടുന്ന വണ്ടിയിൽ എന്തുണ്ട്? തീ എന്ന പൂർവ്വപദമുണ്ട്, വണ്ടി എന്ന് പറയുന്ന ഉത്തരപദവുമുണ്ട്, അതുപോലെ തന്നെ ഓടുന്ന എന്നുള്ള ഒരു മധ്യമ പദം കൂടി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ തീയാൽ ഓടുന്ന എന്നുള്ളതില് ഈ മധ്യമ പദം ലോപിച്ചു പോവാണ്. അപ്പൊ ഇതിന് പറയുന്ന പേര് മധ്യമ പദലോപി സമാസം. വിഗ്രഹിക്കുന്നത് തീയാൽ ഓടുന്ന വണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദൗഹിത്രി അർത്ഥം എന്ത്? മകളുടെ മകൾ, മകന്റെ മകൻ, മകന്റെ മകൾ, മകളുടെ മകൻ. ആരാണ് ദൗഹിത്രി എന്ന് പറയുന്നത്? മകളുടെ മകളെയാണ് നമ്മൾ എന്ത് പറയാ? മകളുടെ മകളെയാണ് നമ്മൾ ദൗഹിത്രി എന്ന് പറയുന്നത്. മകളുടെ മകൾ എന്നതിന്റെ ഒറ്റ പദമാണ് ദൗഹിത്രി. അപ്പൊ മകളുടെ മകൻ എന്താണ്? ദൗഹിത്രൻ. അതുപോലെ മകന്റെ മകനാണെങ്കിൽ പൗത്രൻ, മകന്റെ മകളാണെങ്കിൽ പൗത്രി എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.